നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന കളി ഫുട്ബോൾ ആണ്. ഫുട്ബോളിൻ്റെ തുടക്കത്തെ പറ്റിയുള്ള ഒരു കഥയാണത്. 11-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് സംഭവം. മൈതാനത്ത് കുഴിയെടുക്കുകയായിരുന്ന ജോലിക്കാർക്ക് ഒരു തലയോട്ടി കിട്ടി. ശത്രു രാജ്യത്തെ പടയാളികളെ കുഴിച്ചുമൂടിയ മൈതാനമായിരുന്നു അത്. ശത്രുവിൻ്റെ തലയോട്ടിയാണെന്ന് ഉറപ്പിച്ച അവർ ആവേശത്തോടെ അത് കാലുകൊണ്ട് തട്ടിക്കളിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട് രസം കയറിയ മറ്റു പലരും ഇതുപോലെ കളിക്കാൻ തുടങ്ങി. തലയോട്ടിക്ക് പകരം അവർ ഉപയോഗിച്ചത് പന്തായിരുന്നെന്നു മാത്രം. പിന്നീട് ലോകമെങ്ങും വ്യാപിച്ച ഫുട്ബോളിൻ്റെ തുടക്കമാണ് ഇത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഫുട്ബോൾ ഇന്ത്യയിലെത്തിച്ചത്. ബംഗാളായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ശക്തികേന്ദ്രം. കാൽക്കരുത്തിൻ്റെ ആവേശത്തെ ലോകം നെഞ്ചേറ്റിയോടെ ഫുട്ബോൾ കായികപ്രേമികളുടെ ഇഷ്ടവിനോദമായി. ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള കളിയാണ് ഫുട്ബോൾ. ഏകദേശം 2500 വർഷം മുമ്പ് തന്നെ ഫുട്ബോളിൻ്റെ ആദ്യ രൂപം പ്രചാരത്തിലുണ്ടായിരുന്നു. കുത്തിനാട്ടിയ രണ്ട് കമ്പുകൾക്കിടയിലേക്ക് ഒരു തുകൽപന്ത് കാലുകൊണ്ട് തട്ടിവിടുന്ന കളിയായിരുന്നു സുജു. ചൈനയിലായിരുന്നു സുജു ഉണ്ടായിരുന്നത്. പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രമായ സ്പാർട്ടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഹർപാസ്റ്റം എന്ന കളിക്കും ഫുട്ബോളുമായി സാദൃശ്യമുണ്ടായിരുന്നു. പുരാതന ഗ്രീസിൽ പന്തുകൊണ്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നതായി ഹോമർ തൻ്റെ ഇതിഹാസകൃതിയായ ഇലിയഡിൽ വിവരിക്കുന്നുണ്ട്. ആധുനിക ഫുട്ബോളിന് തുടക്കമിട്ട ഇംഗ്ലണ്ടിൽ ഒരു കാലത്ത് ഫുട്ബോൾ നിരോധിച്ചിരുന്നു. ലണ്ടൻ തെരുവുകൾ പന്തുകളിക്കാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ സഹികെട്ട എഡ്വേർഡ് രണ്ടാമൻ രാജാവാണ് ഫുട്ബോൾ നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. 1314 ആ സംഭവം. എന്നാൽ ഫുട്ബോൾ ആരവങ്ങൾക്ക് തടയിടാൻ ആ നിരോധനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. വരുന്നവർ മുഴുവൻ ഒരു പന്തിന് പിന്നാലെ ഓടുന്ന കാടൻ കളിയായിരുന്നു ആദ്യകാല ഫുട്ബോൾ. 1860 ആയപ്പോഴേക്കും ഒരു ടീമിൽ 12-13 പേർ മതിയെന്ന നിയമം വന്നു. 1862 ഇംഗ്ലണ്ടിലെ സ്കൂൾ അധ്യാപകനായിരുന്ന ജെ.സി. ത്രഗ് ഫുട്ബോളിനായി 10 നിയമങ്ങൾ എഴുതിയുണ്ടാക്കി. ഈ നിയമങ്ങൾ പിന്നീട് പരിഷ്കരിച്ച് കേംബ്രിഡ്ജ് സർവകലാശാല ഫുട്ബോൾ നിയമങ്ങൾ എന്ന പേരിൽ നിലവിൽ വന്നു. ഇന്ന് കാണുന്ന രീതിയിലുള്ള 11 അംഗ ഫുട്ബോൾ ടീമുകൾ കളിച്ചു തുടങ്ങിയത് 1870 ഫുട്ബോൾ ചരിത്രത്തിലെ മറക്കാനാവാത്ത ദിവസമാണ് 1857 ഒക്ടോബർ 24. ഷെഫീൽഡിൽ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് രൂപം കൊണ്ടത് അന്നായിരുന്നു. ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ 1872 പ്രഥമ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറി. ഈ ചാമ്പ്യൻഷിപ്പ് വൻ വിജയമായിരുന്നു. ഇംഗ്ലണ്ടിലെങ്ങും ഗോളാരവങ്ങൾ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ്. തുടർന്ന് അങ്ങോട്ട് ഫുട്ബോളിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. കാലിൽ കൊരുത്ത പന്തുമായി എതിർ ഗോൾ മുഖത്തേക്ക് പായിക്കുന്ന കളിക്കാരൻ്റെ അതേ വേഗതയിൽ ഫുട്ബോൾ ഇംഗ്ലണ്ടിൻ്റെ മുക്കിലും മൂലയിലും കുതിച്ചെത്തി. അതങ്ങ് ക്ലബ്ബുകൾ രൂപം കൊള്ളുന്നതോടെ ലീഗ് മത്സരങ്ങളും ആരംഭം കുറിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ അധികാരമുള്ള ഒരേ ഒരു സംഘടനയാണ് ഫിഫ, ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ദ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് ഫിഫയുടെ മുഴുവൻ പേര്. 1904 മെയ് 21 പാരീസിലാണ് ഫിഫ രൂപം കൊണ്ടത്. ഫിഫയുടെ നിർദ്ദേശമനുസരിച്ച് ഓരോ രാജ്യവും ഫുട്ബോൾ അസോസിയേഷനുകൾ രൂപീകരിക്കണം. രാജ്യങ്ങളുടെയും വൻകരകളുടെയും അതിർത്തികൾ ഭേദിച്ച ഫുട്ബോൾ യാത്ര തുടങ്ങിയതോടെ നിയമങ്ങൾ പലതും കർശനമായി. ക്യാപ്റ്റന്മാരുടെ കയ്യിൽ നിന്ന് റഫറിയുടെ നിയന്ത്രണത്തിലേക്ക് കളികൾ എത്തി. 1880 റഫറിമാർ രംഗത്ത് വന്നു. 1888 ലിവർപൂളിൽ നടന്ന ഒരു മത്സരത്തിന് ശേഷമാണ് ഗോൾ പോസ്റ്റിന് പിന്നിൽ വല കെട്ടുന്ന രീതി ആരംഭിച്ചത്. ഒരു ഗോളിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഇതിന് കാരണം. കളി കണ്ടുകൊണ്ടിരുന്ന ജോൺ ബ്രാഡി എന്ന എഞ്ചിനീയറാണ് ഗോളിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഫലപ്രദമായി തീർക്കാൻ പോസ്റ്റിൽ വല കെട്ടുക എന്ന ആശയം അവതരിപ്പിച്ചത്. 1902 ഓസ്ട്രേലിയയും ഹംഗറിയും ബ്രിട്ടന് പുറത്തുവെച്ച് ഏറ്റുമുട്ടിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയൊരധ്യായം പിറന്നു. മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ആദ്യ രാജ്യാന്തര മത്സരമായിരുന്നു അത്. പിന്നീട് ഇങ്ങോട്ട് ഫുട്ബോൾ ലോകമെങ്ങും കായികപ്രേമികളുടെ ഇഷ്ടവിനോദമായി മാറി.
4 വർഷത്തിലൊരിക്കൽ ഫിഫ നടത്തുന്ന വേൾഡ് കപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മേള. ഇത് ഫുട്ബോൾ എന്ന കളിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരം മാത്രം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.